ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. JSO മോഡൽ എക്സാമിനേഷൻ എഴുതി നോക്കിയായിരുന്നോ? നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ആ എക്സാമിനേഷൻ, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ JSO പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് കണ്ടക്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ PSC ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷനൊക്കെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എക്സാമിനേഷൻസ് ആണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് MSc ലെവൽ എക്സാമിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്റ്റുഡൻസ് ആരൊക്കെയാണ്? അതായത് ആദ്യമായി കേരള PSC എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ, നേരത്തെ എക്സാമിനേഷനൊന്നും എഴുതിയിട്ടില്ല, ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ. അതുപോലെ തന്നെ MLT-ക്കാർ, MSc ലെവൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് അധികം ഉണ്ടാവില്ല അല്ലേ, എപ്പോഴും നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റൻറ്റ് ആ രീതിയിലുള്ള ആയിരിക്കും വരുന്നത്. അപ്പോൾ MSc ലെവൽ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് നല്ല രീതിയിൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് JSOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നേരത്തെ നടത്തിയ MSc ലെവൽ എക്സാമിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. സുവോളജിക്കാരുടെ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിയോളജി, അതുപോലെ തന്നെ SO ബയോളജി, അങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ ഉണ്ട്. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പിന്നെ ഈസി ആയിരുന്നു. ഇപ്പോൾ സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റൊക്കെ റീസെൻ്റായിട്ട് നടന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിൽ പഠിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യണം. അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ടൈമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം എക്സാമിനേഷൻ എഴുതാനായിട്ട്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ടൈമും കൂടി കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ പ്രശ്നം, നമുക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച അത്ര സമയം കിട്ടില്ല. ഇപ്പോൾ സാധാരണയുള്ള PSC എക്സാമിനേഷൻ, അതായത് ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 അല്ലേ, ആ രീതിയിലുള്ളൊക്കെ എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ എന്താണ്, ലാബ് അസിസ്റ്റൻ്റൊക്കെ എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഒന്ന് അല്ലേ, ഫസ്റ്റ് റൗണ്ട് എക്സാമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇച്ചിരി കൂടി ബുദ്ധിമുട്ട് നിങ്ങൾ വിട്ടതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ എന്താ, വിട്ട ക്വസ്റ്റ്യൻസൊക്കെ പിന്നീട് പോയി അറ്റൻഡ് ചെയ്യുക അല്ലേ, നോക്കി എഴുതാം. പിന്നെ മൂന്നാമത് നോക്കാനുള്ളതൊക്കെ സമയം കിട്ടും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 100 ക്വസ്റ്റ്യൻസ് നോക്കാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഒരു 70 ക്വസ്റ്റ്യൻസൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 30 നോക്കാനുള്ള സമയം പോലും കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ നിങ്ങൾ കുറേ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ എന്താ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ പഠിച്ചത് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. അതായത് കറക്റ്റായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ച് നോക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും ഇൻകറക്റ്റ് ആണോ, കറക്റ്റ് കോമ്പിനേഷൻ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും കറക്റ്റ് ആൻസേഴ്സ് അല്ലേ, ആ രീതിയിലൊക്കെ ആയിരിക്കും എടുക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ഇൻകറക്റ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമ്മൾ ചിലപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നോക്കി വന്ന് സ്പീഡിനങ്ങ് എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ കറക്റ്റ് കോമ്പിനേഷൻ്റെ അതായിരിക്കും നമ്മൾ പോയി കറപ്പിച്ച് വെക്കുന്നത്. ഓക്കെ, അതും എന്തായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കണം. ഓക്കെ, ചെയ്യണം. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമോ അത്രത്തോളം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടും. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ JSO മോഡൽ എക്സാമിനേഷൻ എഴുതിയ ആളുകൾ മാത്രം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനൊക്കെ ഇങ്ങനെ കണ്ടാലും എന്താ, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അവിടെ ഏതാണ് ഫാക്കൽറ്റി അല്ലേ, ടീച്ചർ ഏതാണ്, അവരുടെ ബ്രെയിനാണ് വർക്കാവുന്നത് ഇത് കണ്ടുപിടിക്കുന്നതിൽ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു നമ്മുടെ എക്സാമിനേഷൻ ഹോളിൽ ഇരിക്കുന്ന ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് വ്യത്യാസമായിരിക്കും. ആ രീതിയിൽ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ എന്താ, അത് എളുപ്പമായിരിക്കും. ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ, അത് നിങ്ങൾക്ക് കണ്ട് നോക്കാൻ ഓക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ചിന്തിച്ച് ആൻസർ കണ്ടെത്തണം. ഓക്കെ, ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ സൈപ്രോ ക്ലാസ്സസുകൾ അവൈലബിൾ ആണ്. നന്നായി പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ ഒരു മിനിമം 4 അവറെങ്കിലും പഠിക്കാൻ സമയമുള്ളവർക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് 9048900045 കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സമയം വേണം. അതായത് ഒരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ സമയമുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാമിനേഷൻ എഴുതാത്ത ആളുകൾ ഇത് വെറുതെ കണ്ട് നിങ്ങളുടെ സമയം കളയരുത്. എക്സാമിനേഷൻ എഴുതി നോക്കുക, എന്നിട്ട് വേണം കാണാനായിട്ട്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ആർ ഇൻകറക്റ്റ്? ബയോകെമിസ്ട്രിയാണ്. ബയോകെമിസ്ട്രിയിലൊക്കെ നമുക്ക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. നമുക്ക് PSC ഒക്കെ ഇനി സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ഓക്കെ, ആ രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ആർ ഇൻകറക്റ്റ്? അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് എന്നുള്ളതാണ്, അത് ആദ്യം നോട്ട് ചെയ്തോളണം. ഏതൊക്കെയാണ്? ഐസോമേഴ്സ്. ഐസോമേഴ്സ് എന്താ? have the same molecular formula but different structures. ഇനി constitutional isomers എന്താണ്? differ in the order of attachment of atoms. ഇനി stereo isomers എന്താണ്? atoms are connected in the same order but different spatial arrangement. ഇതൊക്കെ നമുക്ക് കുറേ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് കാർബോഹൈഡ്രേറ്റിൽ, അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി ഈ ഡയാസ്റ്റീരിയോ ഐസോമേഴ്സും എനാൻഷ്യോമേഴ്സും കണ്ടോ? ഇത് ഡയാസ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐസോമേഴ്സ് ദാറ്റ് ആർ നോട്ട് മിറർ ഇമേജസ്. എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ആണ് അല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തേക്കുവാണ്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റ്? ഇവരുടെ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് അപ്പോൾ തെറ്റെന്ന് പറയുന്നത്? നമ്മുടെ 4ഉം 5ഉം ആണ് തെറ്റ്. കണ്ടോ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ രീതിയിൽ വേണം നമ്മൾ ആൻസർ ചെയ്ത് പോകാൻ. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമ്മളിതിപ്പോൾ അല്ലേ, നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്കും എന്താ, നമുക്ക് സ്പീഡിൽ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്ന് ആലോചിക്കുമ്പോൾ എന്താ, ഇതാണോ എന്നൊക്കെയുള്ള ചിന്തിക്കുന്നത് അവിടെ വെച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ബ്രെയിനെ നല്ല രീതിയിൽ എന്താണ്, നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് വരണം അല്ലേ. നന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ അതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഡേറ്റ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അത് നമ്മൾ പ്രോസസ്സ് ചെയ്യണം. നമ്മൾ ദിവസവും നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യണ കൂട്ട് തന്നെ എന്താണ്, ബ്രെയിൻ വർക്കൗട്ട്. ബ്രെയിനിന് നമ്മൾ പണി കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന എന്താ പ്രശ്നം വരുന്നത്? എല്ലാവരും നന്നായിട്ട് പഠിക്കും അല്ലേ, നന്നായിട്ട് പഠിക്കും. മാക്സിമം റെഫറൻസ് ബുക്കൊക്കെ നോക്കിയൊക്കെ പഠിക്കും. അതൊരു സൈഡ്. പക്ഷേ എന്താ പ്രശ്നം? എക്സാം ഹോളിൽ ചെന്നിട്ടായിരിക്കും ഇതൊക്കെ എന്താണെന്നൊന്ന് ആലോചിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോഴായിരിക്കും നമ്മൾ റീകോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എക്സാം ഹോളിൽ ചെയ്യുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ക്വസ്റ്റ്യൻസും ചെയ്യില്ല, റീകോൾ ചെയ്യില്ല അല്ലേ. നിങ്ങളാകെ പഠിക്കും, റിവൈസ് ചെയ്യും, പഠിക്കും, റിവൈസ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിൽ പല ടെക്നിക്കിൽ വേണം നമ്മൾ പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ കറക്റ്റ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എടുക്കും. ഓക്കെ, 1, 2, 3 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതെടുത്ത് എഴുതി വയ്ക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയല്ല. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് കേട്ടോ, ഐസോമേഴ്സൊക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 പ്രോട്ടീൻസിലെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അബൌട്ട് ദ ബോണ്ട് ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ആൽഫ കാർബൺ ആറ്റം ഈസ് കോൾഡ് phi. അത് കറക്റ്റാണ്. ഇനി the angle of rotation about the bond between alpha carbon and the carbonyl carbon atom is called psi. അതും കറക്റ്റാണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്സസ് ആർ എനർജിക്കലി മോർ ഫേവറബിൾ ആണോ? അല്ല. ഇവിടെ എന്താ, ഇവർ തിരിച്ച് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ സെൻറ്റൻസുകളും അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്? റൈറ്റ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ പഠിച്ചവർക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനും സാധ്യതയുണ്ട്. ഈ ലെഫ്റ്റ് എന്നൊക്കെ എന്നുള്ളത് ചിലപ്പോൾ വായിക്കില്ല. നമ്മൾ ഓരോ സെൻറ്റൻസ് ടെൻഷനാണ് എക്സാമിന് അല്ലേ. അടുത്തത് വായിക്കാൻ പറ്റുമോ, ക്വസ്റ്റ്യൻസ് ഫുൾ എഴുതാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ വായിക്കാതെയും വിടും. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ കേട്ടോ. പിന്നെ പ്രോളിൻ ഈസ് എ ഹെലിക്സ് ബ്രേക്കർ. അതും കറക്റ്റാണ്. ബിക്കോസ് ഇറ്റ് ലാക്ക് ആൻ NH ഗ്രൂപ്പ് ആൻഡ് ബിക്കോസ് ഇറ്റ് റിംഗ് സ്ട്രക്ചർ പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം അസ്യൂമിങ് ദ phi വാല്യൂ ഫിക്സ് ഇൻ ടു എ ഹെലിക്സ് അല്ലേ. അപ്പോൾ അതെല്ലാം കറക്റ്റാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അല്ലേ ഇതെല്ലാം കറക്റ്റ് എന്നൊക്കെ ഉള്ളത് ടിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ആൻസർ എഴുതും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻകറക്റ്റ് ഏതാണ്? 3 മാത്രമാണ് ഇവിടെ ഇൻകറക്റ്റ് ആക്കി ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ phi ആൻഡ് psi വാല്യൂസ് ഓഫ് എ ബീറ്റ സ്ട്രാൻഡ് കമ്പോസ്ഡ് ഓഫ് ഓൾ D അമിനോ ആസിഡ്. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? രാമചന്ദ്രൻ പ്ലോട്ടിൽ അല്ലേ. രാമചന്ദ്രൻ പ്ലോട്ടിൽ ഇവിടെ D അമിനോ ആസിഡാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചാടി എന്ത് എഴുതും? അപ്പർ ലെഫ്റ്റ് എന്നുള്ള കാര്യം എഴുതും. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാലോ. അപ്പർ റൈറ്റ്, ലോവർ റൈറ്റ്, അപ്പർ ലെഫ്റ്റ്, ലോവർ ലെഫ്റ്റ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ അപ്പർ ലെഫ്റ്റിൽ കിടക്കുന്ന ആളാരാണ്? L അമിനോ ആസിഡാണ്.
അപ്പോൾ ഡി ആൻഡ് എൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, മിറർ ഇമേജസ് ആണ്. അപ്പോൾ അവരെവിടെയായിരിക്കും വരുന്നത്, ലോവർ റൈറ്റിലായിരിക്കും വരേണ്ടത്. ആൻസർ ഡി. ഇത് കുറച്ചധികം പഠിക്കാനുള്ളതാണ്. രാമചന്ദ്രൻ പ്ലോട്ട്. ഓക്കെ, പ്രോട്ടീനിൽ വരുന്നതാണ്, നന്നായിട്ട് പഠിക്കുക അതൊക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓസ്മോസിസ്, വാട്ടർ മൂവ്മെൻറ്റ് അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ driven by difference in osmotic pressure is an important factor in the life of most cells. ഇനി സെക്കൻഡ് സെൻറ്റൻസ് അല്ലേ, ഇത് ശരിയാണ് അല്ലേ. സെക്കൻഡ് സെൻറ്റൻസ് എന്താണ്, എഫക്റ്റ് ഓഫ് സൊല്യൂട്ട് ഓൺ ഓസ്മോളാരിറ്റി ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഡിസോൾവ്ഡ് പാർട്ടിക്കിൾസ് നോട്ട് ദെയർ മാസ്. ഇനി അടുത്തത് ചിലപ്പോൾ നമ്മൾ 3 ഓൺലി, ഇത് ചിലപ്പോൾ തെറ്റാണോ എന്നൊക്കെ ഉള്ള ഓർക്കും, കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊക്കെയുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്താണ്, a gram of a polysaccharide composed of 1000 glucose unit has the same effect on osmolarity as a milligram of glucose. ഇതും കറക്റ്റാണ്. ഓക്കെ, തേർഡ് സെൻറ്റൻസ് അതും കറക്റ്റാണ്. ഫോർത്ത് സെൻറ്റൻസ് അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതാണ് ഉത്തരം വരുന്നത്, ഡി, ഓൾ ഓഫ് ദ എബോവ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ചിലതൊക്കെ സിമ്പിളായിട്ടും ഉണ്ടാവും ക്വസ്റ്റ്യൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മുടെ ഏതാണ്, ലിപ്പിഡ്സിൽ വരുന്നതാണ്. ഇത് എപ്പോഴും വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ സൈക്രോഫൈൽസ്, തെർമോഫൈൽസ് ആ ഏരിയയിലൊക്കെ പഠിക്കാനുള്ളതാണ്. ആർക്കിയയുടെ കാര്യത്തിൽ പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ബയോകെമിസ്ട്രിയിലും പഠിക്കാനുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ് റിഗാർഡിംഗ് മെംബ്രെയിൻ ലിപ്പിഡ്? അപ്പോൾ ഇൻകറക്റ്റ് എന്നുള്ളതാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഹാവ് ദ ഷേപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ഫ്ലെക്സിബിൾ റോഡ്. കറക്റ്റാണ്. Cis unsaturated fatty acid have crooks in the chain at the site of a double bond. Correct ആണ്. ഓക്കെ, ഇനി phospholipid with saturated chain packed together more tightly than those containing unsaturated chain. അതും കറക്റ്റാണ്. ഇനി the greater degree of unsaturation of the fatty acid of the bilayer, the greater the temperature before the bilayer gels. The greater the temperature before the bilayer gels. ശരിയാണോ? അടുത്തത്, the shorter the fatty acid chains of the phospholipid, it increases it melting temperature. ഈ തേർഡ് സെൻറ്റൻസും ഫോർത്ത് സെൻറ്റൻസും എപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാം, നിങ്ങൾക്ക് എപ്പോഴും നമ്മൾക്ക് പഠിക്കാനുള്ളൊരു ഏരിയ ആണ്. അതായത് നമ്മുടെ തെർമോഫൈൽസ് ഉണ്ടല്ലോ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ബാക്ടീരിയ തെർമോഫൈൽസ്. അപ്പോൾ അവരുടെ എന്താണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവർക്ക് ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് അവർക്ക് കൂടുതൽ അല്ലേ. ഇനി ലോ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർ, ബാക്ടീരിയ ഏതാണ്, സൈക്രോഫൈൽസ്. അവർക്ക് എന്താണ്, അവരുടെ മെംബ്രെയിൻ എങ്ങനെയായിരിക്കും, ഫ്ലൂയിഡ് ഇൻ നേച്ചർ ആയിരിക്കും, ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും അല്ലേ. അതായത് അവർക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് കൂടുതൽ. ഓക്കെ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് അവരുടെ മെംബ്രെയിനിൽ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവരെന്തായിരിക്കും, സെമി ഫ്ലൂയിഡ് ഇൻ നേച്ചർ ആയിരിക്കും അവരുടെ മെംബ്രെയിൻസ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഓർത്തോളണം. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. ഇനി the presence of cholesterol tend to abolish sharp transition temperatures and create a condition of intermediate fluidity. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് വന്നേക്കുന്നത് എന്താണ്, the greater the degree of unsaturation of the fatty acid of the bilayer എന്താണ് ഇവിടെ വരുന്നത്, ലോവർ ആയിരിക്കണം, ലോവർ ദ ടെമ്പറേച്ചർ ബിഫോർ ദ bilayer gels. അതുപോലെ തന്നെ the shorter the fatty acid chains of a phospholipid increases എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം, ഇവിടെ ലോവേഴ്സ് എന്നായിരിക്കണം. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട് ഫാറ്റി ആസിഡിന് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഏതൊക്കെ സെൻറ്റൻസ് ആണ് തെറ്റിയേക്കണത്, 3ഉം 4ഉം. ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 3ഉം 4ഉം ആണ് തെറ്റിയേക്കുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ സ്റ്റീരിയോ ഐസോമേഴ്സ് ഓഫ് ഡി ഗ്ലൂക്കോസ് ഈസ് ഇൻകറക്റ്റ്? ഇവിടെ ഇൻകറക്റ്റ് ഏതാണ്, ഡി മാനോസ് ഈസ് എ C2 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. കറക്റ്റാണ്. ഡി അലോസ് ഈസ് എ C3 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. കറക്റ്റാണ്. അടുത്തതും കറക്റ്റാണ്. ഗാലക്ടോസ് ഈസ് എ C4 എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ്. ടാലോസ് എന്ന് പറയുന്നത് എപ്പിമർ അല്ല. ഓക്കെ, അപ്പോൾ ടാലോസും ഗ്ലൂക്കോസും ഒരു ഐസോമേഴ്സ് ആണ്. ടാലോസ് എപ്പിമർ ആണ്. ആരുടെയൊക്കെയാണ്, ഗാലക്ടോസിൻ്റെ മാനോസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണെന്ന് ചോദിച്ചേക്കണത്, ഇൻകറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, ഡി ആണ് ആൻസർ.
മനസ്സിലായല്ലോ. ഇനി 7th ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റ് ദ നെയിം ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്. ഇതുവരെ കേരള PSC സ്ട്രക്ചർ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിക്കാം. സ്ട്രക്ചറൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഇത് ഏതാണ്, നമുക്ക് ഒരാളുടെയോ രണ്ടാളുടെയോ അറിയാമെങ്കിൽ തന്നെ എന്താകാം, നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തത് ഏതാണ് കിടക്കുന്നത്? ഫസ്റ്റത്തത് ഇതേതാണിത്? ഇത് അലാനിനാണ്. ഓക്കെ, അലാനിൻ CH3 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ അലാനിൻ ഏതിലൊക്കെ ഉള്ളത്? എയിലും ഉണ്ട്, ഡിയിലും ഉണ്ട്. ഓക്കെ, എയും ഉണ്ട്, ഡിയും ഉണ്ട്. ഇനി ഇത് അലാനിൻ അല്ലേ? ഈ സ്ട്രക്ചർ നോക്കിയേ, CH3 ഈ ഒരു നമ്മുടെ ബേസിക് സ്ട്രക്ചർ COOH NH3 ഇത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ കിടക്കുന്നത് എന്താണ്? ഇതൊരു അലാനിൻ അല്ലേ ഈ കിടക്കുന്നത്, നോക്കിയേ നിങ്ങൾ. അപ്പോൾ ഈ സ്ട്രക്ചർ എന്തായിരിക്കും? ഇത് ഫീനൈൽ അലാനിൻ. ഓക്കെ, അപ്പോൾ ഡിയിൽ ഫീനൈൽ അലാനിൻ കിടക്കുന്നത് എവിടെയാണ്? നമുക്ക് ബിയും പോയി സിയും പോയി, ആദ്യത്തെ അലാനിനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഡി ഇവിടെ എന്താ? തൈറോസിനാണ് കിടക്കുന്നത് എയിൽ, ഇവിടെ ഫിനൈൽ അലാനിൻ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഏത് എഴുതാം? ഡി എന്ന് എഴുതാം. ഓക്കെ, ഈ ആൾക്കാർ ഏതാണ്? സി എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഹൈഡ്രോകാർബൺ. കുറച്ച് ഹൈഡ്രോഫോബിക് ഹൈഡ്രോകാർബൺസ് ഉണ്ടല്ലോ, ലൂസിൻ, വാലിൻ, ഐസോല്യൂസിനൊക്കെ. അപ്പോൾ ഇത് ഏതാണിത്? വാലിനാണ്. ഓക്കെ, വാലിനാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മുടെ പ്രോളിൻ. ആ രീതിയിൽ വേണം ആൻസർ കണ്ടെത്താനായിട്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? അത് നിങ്ങൾക്ക് അറിയാം കാണുമ്പോൾ തന്നെ. എന്താണ്? നമ്മുടെ എയും ബിയും DNA ഹെലിക്സ് റൈറ്റ് ഹാൻഡഡ് ആണ്. ഇസഡ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. ഓക്കെ, എല്ലാ സെൻറ്റൻസും ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ എഫക്റ്റ് ഓഫ് എ മ്യൂട്ടേഷൻ ഇൻ ഫോസ്ഫോഫ്രക്ടോകൈനേസ്? എന്താണ്? നമ്മുടെ ഗ്ലൈക്കോളൈസിസിൽ വരുന്ന എൻസൈമാണ്. ദാറ്റ് ലീഡ് ടു ദ ലോസ് ഓഫ് അല്ലോസ്റ്റെറിക് റെഗുലേഷൻ ഓഫ് ATP. അപ്പോൾ ഇവിടെ നമ്മുടെ PFKക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? മ്യൂട്ടേഷൻ. അപ്പോൾ നമ്മുടെ PFK എന്ന് പറയുന്നത് ഒരു അല്ലോസ്റ്റെറിക് എൻസൈമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും എന്താണ്? ഇതിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ആരുടെ? PFKയുടെ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഈ മ്യൂട്ടേഷൻ അല്ലോസ്റ്റെറിക് റെഗുലേഷൻ ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ദ ആക്ടിവിറ്റി ഓഫ് ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ആൻസർ ഏതാണ്? ബി ആണ് വരുന്നത്. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ദ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ജനറേറ്റഡ് ഇൻ ദ മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഈസ് നോട്ട് യൂസ്ഡ്? അപ്പോൾ നമ്മുടെ മൈറ്റോകോൺട്രിയൽ എന്താ സംഭവിക്കുന്നത്? ATP ഒക്കെ സൈറ്റോസോളിലേക്ക് വരുന്നു. ഓക്കെ, നമ്മുടെ ADPയും അതുപോലെ തന്നെ PI ഒക്കെ എങ്ങോട്ട് പോകും? മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലേക്ക്. ഓക്കെ, മൈറ്റോകോൺട്രിയൽ. ഇപ്പോൾ നോക്ക്, ഇവിടെ ട്രാൻസ്പോർട്ട് ഓഫ് ATP ഇൻറ്റു സൈറ്റോസോൾ. കറക്റ്റ്. Transport of ADP from the cytosol into mitochondrial matrix. Correct. Transport of phosphate ions from cytosol into the mitochondrial matrix. Correct. അപ്പോൾ D ആണ് തെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? നോട്ട് യൂസ്ഡ്. D ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? നമ്മുടെ ആൻറ്റിമൈസിൻ A ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ഏത് കോംപ്ലക്സിനെയാണ്? അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. ചില ക്വസ്റ്റ്യൻസൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരും, നമുക്കത് ആൻസർ ചെയ്യാം. അപ്പോൾ കോംപ്ലക്സ് 3 എന്ത് നമുക്ക് പറയാം? സൈറ്റോക്രോം C റിഡക്റ്റേസ് എന്ന് പറയാം, അല്ലെങ്കിൽ യുബിക്വിനോൺ, സൈറ്റോക്രോം C ഓക്സിഡോ റിഡക്റ്റേസ് എന്നൊക്കെ പറയാം. ഇനി അടുത്തത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻസൈം ആക്സിലറേറ്റർ റിയാക്ഷൻ ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി? ഏതാണ്? എന്താ എല്ലാവർക്കും അറിയാം? ഡിക്രീസിങ് ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് CD മോളിക്യൂൾസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഫങ്ഷൻസ് ഈസ് മാച്ച്ഡ് ഇൻകറക്റ്റ്ലി? ഏതായിരിക്കും? അതായത് നമ്മുടെ ഇമ്മ്യൂണോളജിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത്, ഇത് നന്നായിട്ട് പഠിക്കണം, എന്നാലും മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഈ CD1 ഉണ്ടല്ലോ, ഇവർ ആൻറ്റിജനിക് പെപ്റ്റൈഡ്സിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താ പഠിക്കേണ്ടത്? ഇവർ നോൺ
പെപ്റ്റൈഡ് ആൻറ്റിജനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോൺ പെപ്റ്റൈഡ് ആൻറ്റിജൻ, അതായത് ലിപ്പിഡ് ആൻറ്റിജനെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോൺ പെപ്റ്റൈഡ് ആൻറ്റിജൻ, ലിപ്പിഡ് ആൻറ്റിജൻ. ആര്? CD1. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ആൻസർ എ. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇത് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇമ്മ്യൂണോളജി നന്നായിട്ട് പഠിക്കുക. Question number 14. Following are some of the characteristics of MHC class 1 and class 2 molecules. Okay, except one. Okay, which is applicable only for MHC class 1. അതായത് 4 സെൻറ്റൻസ് MHC 1ഉം MHC 2ഉം രണ്ടിനും പറ്റിയ ഒരേപോലെ വരുന്ന സെൻറ്റൻസ് ആണ്. അതിലൊരു സെൻറ്റൻസ് മാത്രമേ MHC ക്ലാസ് 1ന് അതിന് മാത്രമേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. MHC 2ന് അതായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, എന്താണ്? ദേ ആർ എക്സ്പ്രസ്ഡ് കൺസ്റ്റിറ്റ്യൂവ്ലി ഇൻ ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ്. ആണോ? അല്ല. MHC 1 ഓക്കെയാണ്. MHC 1 ഓക്കെയാണ് അല്ലേ? MHC 1 ഓൾമോസ്റ്റ് എല്ലാ സെൽസിലും ഉണ്ട്. MHC 1 ഈ സെൻറ്റൻസ് കറക്റ്റാണ്. പക്ഷേ നമ്മുടെ MHC 2 എന്ന് പറയുന്നത് എവിടെയാണ്? ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിലാണുള്ളത്. ഓക്കെ, മാക്രോഫേജ് ഒക്കെ. ഇനി ഇതെല്ലാം കറക്റ്റാണ്. ദേ ആർ ഗ്ലൈക്കോസിലൈറ്റഡ് പോളിപെപ്റ്റൈഡ് വിത്ത് ഡൊമൈൻ സ്ട്രക്ചർ. ഇനി ബിയും സിയും ഡി ഒക്കെ കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് രണ്ടിനും പെടാത്തത്, അതായത് MHC 1ൻ്റെ മാത്രം. ഓക്കെ, ഏതാണ്? എ ആണ്. ഓക്കെ, ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50. ഇത് നമ്മുടെ ടെക്നിക്സിൽ വരുന്നതാണ്. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. മാച്ച് ദ ഫോളോയിങ് നമ്മുടെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ സ്ട്രോങ്ലി അസിഡിക് കാറ്റയോൺ എക്സ്ചേഞ്ചർ ഏതാണ് വരുന്നത്? സ്ട്രോങ്ലി അസിഡിക്. ഓക്കെ, കാറ്റയോൺ എക്സ്ചേഞ്ചർ സൾഫോമീഥൈലാണ്. ഓക്കെ, സൾഫോമീഥൈലാണ്. സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി അല്ലേ? സ്ട്രോങ്ലി അസിഡിക് ആണ് കാറ്റയോൺ എക്സ്ചേഞ്ചർ സൾഫോമീഥൈൽ. അങ്ങനെയൊക്കെ കോഡൊക്കെ വെച്ചൊക്കെ നിങ്ങൾക്ക് ഓർത്ത് നോക്കാം. ഇനി അപ്പോൾ അത് നമ്മൾ ഓക്കെ ആയി അല്ലേ? Q2 വരുന്നത് ഏതിലാണെന്ന് നോക്കിയേ. ഏതിലാണ്? ദേ ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിവിടെ ആൻസർ ചെയ്താം. മനസ്സിലായോ? ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട്, അപ്പോൾ നമ്മൾ നോക്കുന്നതനുസരിച്ചും തന്നെ നമ്മൾ കൺഫ്യൂഷൻ കൂടും. അപ്പോൾ നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ആരാണ് അസിഡിക്? സൾഫോമീഥൈൽ. ഇനി അത് കഴിഞ്ഞ് നോക്ക്, വീക്ക്ലി അസിഡിക് ഏതാണ് വരുന്നത്? പിന്നെ അടുത്തത് ഏതാണ് വരുന്നത്? കാർബോക്സിമീഥൈൽ. വീക്ക്ലി അസിഡ് കാർബോക്സിമീഥൈൽ. അത് കഴിഞ്ഞ ശേഷം സ്ട്രോങ്ലി ബേസിക് ഏതാണ്? അമിനോമീഥൈൽ അല്ലേ? സ്ട്രോങ്ലി ബേസിക് അമിനോമീഥൈൽ. വീക്ക്ലി ബേസിക് അനിയോൺ എക്സ്ചേഞ്ചർ ആണ് ഏതാണ്? ട്രൈമീഥൈൽ അമിനോമീഥൈൽ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എ വേവ് ലെങ്ത് ഷിഫ്റ്റ് ടു ഹയർ വാല്യൂസ് ഈസ് കോൾഡ് ബ്ലൂ ഷിഫ്റ്റ് ഓർ ഹിപ്സോക്രോമിക് എഫക്റ്റ്. ആണോ? അല്ല. ഇത് ഏതാണ്? ഇത് ഈ ഒരു സെൻറ്റൻസ് ആണ് ഇങ്ങോട്ട് വരേണ്ടത് അല്ലേ? എ ഷിഫ്റ്റ് ടു ലോവർ വേവ് ലെങ്ത് ഈസ് കോൾഡ് ബ്ലൂ ഷിഫ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റോങ് വരുന്നത്? 1ഉം 2ഉം റോങ് ആണ്. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കും. ഇത് നമ്മൾ 1ഉം 2ഉം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റൻസ് തിരിച്ച് എഴുതിയേക്കുവാണ്. ഓക്കെ, ഇതൊക്കെ എപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയും കൂടിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം ഒട്ടും കളയാനില്ല. ഏതാണ് ആൻസർ വരുന്നത്? തിയോഡോർ ഫോസ്റ്റർ. ഓക്കെ, ഇനി പിക്ക് ദ കറക്റ്റ്. ഇത് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് പ്രോട്ടീൻസ്, അമിനോ ആസിഡ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ്. പെപ്സിനെ പറ്റിയിട്ടാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആദ്യം എന്ത് നോക്കണം? പെപ്സിൻ ഏതിലാണ് ആക്റ്റീവ് അല്ലേ? ഏതിലാണ്? pH 7 ആണോ? അല്ല. ഇനി അടുത്തത് ഏതാണ്? pH 4 to 5 അല്ല. ആ രണ്ട് സെൻറ്റൻസ് നമുക്ക് കളയാം. ആക്റ്റീവ് ആകുന്ന ഏതിലാണ്? ലോ pHലാണ് മോസ്റ്റ് ആക്റ്റീവ്. അത് നമുക്കറിയാം. ഇനി നമുക്ക് ബിയും ഡിയും എന്താണ് പ്രശ്നം അല്ലേ? അടുത്തത് നോക്കാം. ഓക്കെ, ഇവിടെ 1ഉം 1.5, അടുത്തത് 2ഉം 3ഉം ഒരു കൺഫ്യൂഷൻ ആവും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനാക്റ്റീവ് അറ്റ് pH എബൌട്ട് 5. ശരിയാവും. 5ലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇനാക്റ്റീവ് ആവും. ഇവിടെ എന്താണ്? 2 അല്ലേ? 2 എന്ന് പറയുന്നത് ഏകദേശം അസിഡിക് pH തന്നെയല്ലേ? അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഡി ആണ് അല്ലേ ഇനാക്റ്റീവ് ആകുന്നത്. അപ്പോൾ ബിയും തെറ്റാണ്, സിയും തെറ്റാണ്, എയും തെറ്റാണ്. ഏതാണ് കറക്റ്റ്? ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്.
ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ അല്ലെങ്കിൽ പെയേഴ്സ് ആർ ഇൻകറക്റ്റ്. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. റെസ്പിറേഷൻ എപ്പോഴും മാറിപ്പോകുന്ന ഒരു ഏരിയ ആണ്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി വോളിയം, റെസിഡ്യൂവൽ വോളിയം, അതുപോലെ തന്നെ ലങ് കപ്പാസിറ്റീസ് ഒക്കെ ഉണ്ട്, അതെല്ലാം പഠിക്കണം. ഇവിടെ എന്താണ് മാറ്റിയിട്ടേക്കുന്നത്? ടൈഡൽ വോളിയം, റെസിഡ്യൂവൽ വോളിയം തെറ്റിച്ചാണ് ഇട്ടേക്കുന്നത്. ടൈഡൽ വോളിയം എത്രയാണ്? 500 ആണ്. റെസിഡ്യൂവൽ വോളിയം എത്രയാണ്? 1200. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റിയേക്കുന്നത്? 1ഉം 4ഉം ആണ് തെറ്റിയേക്കുന്നത്. ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മുടെ സെൽ സൈക്കിളിൽ വരുന്നതാണ്. ഇതും മാത്സ് ദ ഫോളോയിങ് ആണ്. മാത്സ് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ എളുപ്പമാണ്. ഫസ്റ്റത്തെ എന്താണ്? V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഹിബിറ്ററി ഫോസ്ഫോറിലേഷൻ നടത്തുന്ന ആളാണ് അല്ലേ V1. അപ്പോൾ V1 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഇൻഹിബിറ്ററി, കണ്ടോ? V1 ഫോസ്ഫോറിലേറ്റ്സ് ഇൻഹിബിറ്ററി സൈറ്റ്സ് ഇൻ CDK. V1 P2 കൊടുത്തേക്കുന്ന ഏതാണ്? ഓക്കെ, ബിയിലും കൊടുത്തിട്ടുണ്ട്, എയിലും P2 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കേണ്ടത്? നമുക്ക് P21 ഉണ്ട്, P27 ഉണ്ട്, CDH ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ഇവിടെ രണ്ടും 3 തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ എസിൻ്റെ ആൻസർ 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് എസ് എന്ന് പറയുന്നത്? CDH1 എന്ന് പറയുന്നത് ആക്ടിവേറ്റ് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ്. ഓക്കെ, ഇൻ ദ ലേറ്റ് മൈറ്റോസിസ് ആൻഡ് എയർലേ G1 ഫേസ്, അതൊക്കെയാണ്. ഇനി P21ഉം P27ഉം എന്താണ്? P21 എന്ന് പറയുന്നത് 1 ആണ് ആൻസർ, R1. അപ്പോൾ ഏത് കിട്ടി നമുക്ക്? എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. 27 എന്ന് പറയുന്നത് എന്താണ്? സപ്രസ് 4th ആണ്. ഓക്കെ, G1 SCDK ആൻഡ് SCDK ആക്ടിവിറ്റീസ് ഇൻ ദ G1 ഫേസ് P27. രണ്ടുപേരും നമുക്ക് ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരും. P21ഉം അതുപോലെ തന്നെ P27ഉം രണ്ടുപേരും ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ വരും. കാരണം എന്താ? 21ഉം 27ഉം എന്താണ്? CDK ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിൽ P21 എന്ന് പറയുന്നത് നമ്മുടെ UV ലൈറ്റ് കൊണ്ട് DNA ഡാമേജ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വരുന്ന ആളാണ് P21. നമുക്കത് ഡയഗ്രാം ഒക്കെ സഹിതം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം നിങ്ങൾക്ക് വീഡിയോ ഇടാം. അപ്പോൾ സൈപ്രോ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രത്യേകിച്ചും ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കണ്ടെത്തി പഠിക്കണം. ഓക്കെ, ചിലപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വേണം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നനുസരിച്ചാൽ അല്ലേ നമുക്ക് ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ പഠിക്കണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ലാതെ അതുപോലെ തന്നെ എക്സാമിന് നന്നായിട്ട് ടൈമും കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടൈം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ 4 മണിക്കൂറെങ്കിലും പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുന്നവർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് 9048900045 കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.